ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള വടുകപ്പുളി അച്ചാറാണ്. ഒരുപാട് പേര് പറയാറുണ്ട് ഇതിന് കയ്പ്പ് വരാറുണ്ടെന്ന്. എന്നാൽ തീരെ കയ്പ്പ് വരാത്ത രീതിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. വടുകപ്പുളി എടുക്കുമ്പോഴും കുറച്ച് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. അതായത് നല്ലപോലെ മഞ്ഞ കളറുള്ളത് വേണം എടുക്കാനായിട്ട്. പച്ച കളറൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പം കഴിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 2 വലിയ വടുകപ്പുളി ഞാൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ മഞ്ഞ കളറുള്ളത് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇത് ഏതാണ്ട് 750 ഗ്രാം വരും. ഇനി കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അതിനകത്തോട്ട് ഈ വടുകപ്പുളി ഇട്ട് കൊടുക്കണം. നല്ലപോലെ തിളച്ചതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. 2 മിനിറ്റ് ഇതൊന്ന് തിളപ്പിക്കുക. എന്നിട്ട് നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ആ ചൂടുവെള്ളത്തിൽ തന്നെ ഇത് കിടക്കണം. ഇതിൻ്റെ തൊലിയെല്ലാം നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ലപോലെ വാടിക്കിട്ടണം. ചൂടുവെള്ളത്തിൽ 5 മിനിറ്റ് കൂടി ഇട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾക്കിത് ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം വേണം നമ്മൾക്ക് കട്ട് ചെയ്യാനായിട്ട്. അപ്പം ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. ഇനിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുമ്പം തീരെ വെള്ളമയം പാടില്ല. അതുകൊണ്ട് ഇത് നല്ലപോലെ തുടച്ചതിന് ശേഷം വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. ഇപ്പം നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡും ഞാനങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ചെറുതായിട്ടങ്ങ് നുറുക്കി വയ്ക്കാം. ഇത് ചെറുതായി നുറുക്കിയതിന് ശേഷം ഉപ്പ് പുരട്ടിയിട്ട് വേണം നമ്മൾക്ക് മാറ്റി വയ്ക്കാനായിട്ട്. ഇതിൻ്റെ സീഡെല്ലാം മാറ്റണം. ആദ്യമേ തന്നെ നടുഭാഗം കട്ട് ചെയ്യുക. ഇനി ഇത് തിരിച്ച് വെച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നീളത്തിൽ കട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് ഒന്നുകൂടി ചെറുതാക്കി കട്ട് ചെയ്യാം. എന്നിട്ട് വേണം നമ്മൾക്കിത് വേറൊരു പാത്രത്തിനകത്തോട്ട് ഇട്ട് വയ്ക്കാൻ. ഇതിൻ്റെ നടുഭാഗത്തുള്ള സീഡെല്ലാം മാറ്റി കൊടുക്കണം. സീഡോടെ നമ്മൾ കട്ട് ചെയ്യരുത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ സീഡ് മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ 2 നാരങ്ങയും കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം 3 എണ്ണമായിട്ട് വീണ്ടും ഇത് നീളത്തിൽ കട്ട് ചെയ്യുക. എന്നിട്ട് വേണം ഇത് ചെറുതാക്കി നുറുക്കാനായിട്ട്. ഒരുപാട് നേരം നമ്മൾ ചൂടുവെള്ളത്തിലിടരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നാരങ്ങയെല്ലാം പൊടിഞ്ഞു പോകുന്ന പോലെ വരും. ഒരുപാട് വെന്ത് കൂടി പോവും. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. തിളച്ച വെള്ളത്തിൽ 2 മിനിറ്റും തീ ഓഫാക്കിയതിന് ശേഷം 3 മിനിറ്റും വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഇത് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റുക. അപ്പം കറക്റ്റ് പാകമായിരിക്കും. ഇപ്പം എല്ലാം ഞാനിവിടെ നുറുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കണം. ഇനി ഇത് ഉപ്പ് പിടിക്കാനായിട്ട് 20 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനകത്തോട്ട് വഴറ്റാനുള്ള ചേരുവകളും കൂടെ റെഡിയാക്കിയെടുക്കാം. ഇപ്പം ഇത് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ചേരുവകൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് 1/4 കപ്പ് വെളുത്തുള്ളി അരിഞ്ഞതുണ്ട്. 15 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു പിടി കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ നീളത്തിൽ അരിഞ്ഞത്. ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ അരിയേണ്ട ആവശ്യമില്ല. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അച്ചാർ ഉണ്ടാക്കുമ്പം എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത്. 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുക. അത് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മൾക്ക് ഓരോ ചേരുവകളായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യമേ തന്നെ പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ കുറച്ച് നേരം ഒന്ന് വഴറ്റണം. ഇതിൻ്റെ വെള്ളമയമൊക്കെ നല്ലപോലെ പോയി കിട്ടണം. വെള്ളമയം പോകുന്നവരെ നമ്മൾക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോഴേക്കും നമ്മൾക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫാക്കിയതിന് ശേഷം വേണം നമ്മൾക്ക് ബാക്കി പൊടികളെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാനിവിടെ നല്ലപോലെ വഴറ്റിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം വേണം നമ്മൾക്ക് പൊടികൾ ഇട്ട് കൊടുക്കാൻ. ആദ്യമേ തന്നെ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളകും സാധാരണ മുളക് പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ മിക്സാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതാണ് ഇട്ട് കൊടുക്കുന്നത്. 5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇപ്പം എണ്ണ നല്ലപോലെ ചൂടുണ്ട്. എന്നാൽ നമ്മൾ തീ ഓഫാക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് തീയിൽ വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടിയെല്ലാം കരിഞ്ഞു പോവും. അതുകൊണ്ട് ഇത്രയും ചൂട് മതി. ഇതാണ് കറക്റ്റ് പാകം. കുറച്ചൊന്ന് വഴന്നതിന് ശേഷം നമ്മൾക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ നാരങ്ങയിൽ ഓൾറെഡി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി പറയാൻ പോകുന്നത് ഒരു ടിപ്പാണ്. നമ്മളിതിൻ്റെ ടേസ്റ്റ് ഒന്ന് ക്രമീകരിക്കാനായിട്ട് 1.5 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നമ്മളുടെ അച്ചാറിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ അച്ചാറിൻ്റെ ചേരുവകളെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇത് നല്ലപോലെ തണുത്ത് വരണം. ഇതിൻ്റെ പാത്രം വരെ നന്നായി തണുക്കണം. എന്നിട്ട് വേണം നമ്മൾക്കിത് മിക്സ് ആക്കാനായിട്ട്. അപ്പോഴായിരിക്കും നമ്മൾക്ക് കയ്പില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ കിട്ടുക. ഇപ്പം ഇത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ മിക്സാക്കി കൊടുക്കുക.
ഇത്രയേ ഉള്ളൂ നമ്മളുടെ അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. തീരെ വെള്ളമയം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കേടാവത്തില്ല. ഇനി ഇതൊരു ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ നമ്മൾ സെർവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പാത്രത്തിലോ ഇട്ട് വെക്കാം. ഈ സമയത്ത് ഉപ്പ് ഒന്നും കൂടെ നോക്കാം. എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഓണത്തിന് ഈ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ നാരങ്ങാക്കറിയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെക്കും. വെള്ളമയം തീരെ ഇല്ലാതെ വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കണം. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്